വളരെ സന്തോഷകരമായ വായിക്കണമെന്ന് തോന്നിയ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടോ. പലരും കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഈ ഒരു വാർത്ത കാണണമെന്നുള്ളതുകൊണ്ടാണ്. അസഹനീയമായ മഞ്ഞുവീഴ്ചയിൽ കശ്മീരിൽ കുടുങ്ങിയ ടൂറിസ്റ്റുകൾക്ക് തുണയായി പള്ളി. പഞ്ചാബിൽ നിന്ന് വന്ന 12ഓളം ടൂറിസ്റ്റുകൾക്കാണ് ശ്രീനഗർ സോനാമാർഗ് ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഗുന്ദിലെ പള്ളി അഭയം നൽകിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മിർവാസിർ ഉമർ ഫറൂഖ് ആണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. Heading to see Kashmiris opening their masjids and homes to stand a tourist amidst heavy snowfall. This gesture of warmth and humanity reflects our long-standing tradition of hospitality and help in times of need. എന്ന ഒരു കമന്റോട് കൂടിയിട്ടാണ് അദ്ദേഹം കുറച്ച് വീഡിയോകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. സോനാമാർഗിൽ നിന്ന് തിരികെ വരുന്ന വഴി യാത്ര തടസ്സപ്പെട്ട് പെരുവഴിയിലായ വിനോദസഞ്ചാരികൾ ശനിയാഴ്ച രാത്രി പള്ളിയിൽ തങ്ങിയ ശേഷമാണ് മടങ്ങിയത്. കടുത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ ടൂറിസ്റ്റുകളുടെ വാഹനം കേടായതാണ് പണിയായത്. 12 പേർക്ക് തങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും തന്നെ ചുറ്റുമില്ലാത്തതിനാൽ അവർ ശരിക്കും പെട്ടു നിൽക്കുമ്പോഴാണ് പ്രദേശവാസികൾ ഇടപെട്ട ജാമിയ മസ്ജിദിൽ ഇവർക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയത്. ടൂറിസ്റ്റുകൾ ഇവിടം സന്ദർശിക്കണമെന്നും ഇവിടെയുള്ളവർ നല്ല മനുഷ്യർ അലിവുള്ളവരാണെന്നും പറഞ്ഞാണ് സഞ്ചാരികൾ മടങ്ങിയത്. ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്ന് ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാൻ മിർവാസിർ ഉമർ ഫറൂഖ് എക്സിൽ പോസ്റ്റ് ഇട്ടു. കശ്മീരികൾ മനുഷ്യത്വമുള്ള മനുഷ്യരെന്നായിരുന്നു PDP നേതാവ് ഇൻജിദ മുസ്തഫയുടെ പ്രതികരണം. ഇങ്ങനെ രസകരമായ ചില പ്രതികരണങ്ങൾ കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത അവസാനിക്കുന്നത്. ഞാൻ ഈ വാർത്ത മനഃപൂർവ്വം വായിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്ന ഈ നാട്ടിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ അടുത്ത വന്ന വാർത്ത എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറെക്കാലം പഴക്കമുള്ള ഒരു ദർഗയുണ്ട്. ആ ദർഗ ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നും ആ ഹിന്ദു ക്ഷേത്രം മാറ്റിയിട്ട് ഇപ്പൊ അതൊരു പള്ളിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇപ്പോൾ വീഡിയോ അടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫാക്ട് ചെക്കിന്റെ ഒരു കാലം കൂടി ആയതുകൊണ്ട് അത് പള്ളി തന്നെയാണെന്നും ഏതോ ഒരു വിരുദ്ധൻ ഏതോ ഒരു സംഖ്യ ഇങ്ങനെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ കലാപം പുറപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലേക്ക് അത് അമ്പലമാണെന്ന് പറഞ്ഞ് അവിടേക്ക് കയറിപ്പോകുന്ന അവസ്ഥ വരുമായിരുന്നു. അവിടുത്തെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഒരുമിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുകയും ദീപം കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദർഗയാണ്. ദർഗയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചുറ്റുമുള്ള ദർഗകളിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും. എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരിടം കൂടിയായിട്ട് ഈ ദർഗകളൊക്കെ മാറാറുണ്ട്. പക്ഷേ അതിന്റെ മേലെ പോലും ഈ സംഘികൾ കണ്ണുവെച്ചിട്ടുണ്ടെന്നും അതുപോലും ക്ഷേത്രമാണെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ആ പ്രശ്നത്തിന്റെ പൊരി വീണ് ഭാവിയിൽ അത് കത്തിപ്പിടിക്കുമെന്നും പിന്നീട് അവിടെ ഹിന്ദുയിസം സ്ഥാപിക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിന് പുറത്താണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുവന്റെ തലയിൽ വിരിഞ്ഞൊരു പൊട്ടബുദ്ധിയുടെ ഭാഗമായിട്ടല്ലെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് കാണിക്കണം. നമ്മൾ കാണുന്നതൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക. ചുറ്റുമുള്ളവര് നല്ല മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. മതത്തിനേക്കാൾ അപ്പുറത്ത് മനുഷ്യത്വത്തിനും മനുഷ്യനും വില കൽപ്പിക്കുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.